വിശക്കുന്നവന് ആഹാരം വേണം, വീടില്ലാത്തവന് വീട് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പുണ്യപ്രവൃത്തി ചെയ്യുന്നവരെ നമ്മൾ എന്നും പ്രോത്സാഹിപ്പിക്കണം. ഇത്തരത്തിലൊരു കാര്യം ഏറ്റെടുത്തതിനും അത് ലക്ഷ്യത്തിലെത്തിച്ചതിനും ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാതെ ഇവിടെ ചില ആൾക്കാർ കുറെ കാശുണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അല്പമെങ്കിലും ഉളുപ്പ് വേണം. പ്രിയമുള്ളവരെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മൾ ഒത്തിരി സമ്പാദിച്ചു കൂട്ടുമ്പോഴും ഈ നാറി അങ്ങോട്ട് ചെന്ന് ഒട്ടിക്കോളും. പെൺവിഷയത്തിൽ ഇവൻ വജ്ര പശയാണ്. നാട്ടുകാർക്ക് അത് ഒരിക്കലും മുടിഞ്ചില്ല. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജയ് ഹിന്ദ്. കൈയടിക്ക്. ഇനി രണ്ടു വാക്ക് സംസാരിക്കാനായി നമ്മുടെ ബേബിച്ചനെ ക്ഷണിച്ചോളുന്നു. അതടുത്ത നാറി. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്നാത്തിനാ ഇവിടെ ഒരു പഞ്ചായത്തും ഒരു പഞ്ചായത്ത് പ്രസിഡന്റും? എനിക്കറിയാൻ മേല. യവൻ മറ്റുള്ളവരെ പോലല്ല, അന്തസ്സുള്ള ചറ്റയാ. ഒരു പാവം വിധവയ്ക്കും അതിന്റെ കുഞ്ഞുങ്ങൾക്കും കയറി കിടക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഇവന്മാർക്കാവില്ലേ? ഏതായാലും ഈ ഒരു സംരംഭത്തിന് മുൻകൈയെടുത്ത, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും എന്റെ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. അടുത്തതായി നന്ദി പറയാൻ നമ്മുടെ സ്വന്തം ജോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്യം പറഞ്ഞ ഈ കൈയടി എനിക്കല്ല വേണ്ടത്. അത് ഈ പദ്ധതി വിജയിപ്പിക്കാൻ സഹകരിച്ച എല്ലാവർക്കുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജന്മം കൊണ്ട് ബേബിച്ചായൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഇപ്പൊ ആനപ്പാറയിലാണ് താമസമെങ്കിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ബേബിച്ചായൻ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യമായി ഞങ്ങൾ അപ്പൊ ഈ നാട്ടിൽ നല്ലവരാരും ഇല്ലേ? ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ. കള്ളവും ഇല്ല, ചതിയും ഇല്ല, എള്ളോളമില്ല, പൊളിവില്ല. അത് മഹാബലി അല്ലേടാ? ഞാനാണ് ഇവിടുത്തെ മഹാബലി, സത്യസന്ധൻ. അതാണ് നീ നന്നാവാത്തത്. ഞാൻ നന്നാകാത്ത എനിക്ക് വരേണ്ട അസുഖമുള്ളൂ. നമുക്ക് നമ്മുടെ നാട് സ്വർഗം തന്നെയാണ്. ഈ മണ്ണിൽ ആരുടെയും കണ്ണീര് വീഴാതെ കാത്തുപിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ പുറകെ വരുന്ന തലമുറയ്ക്കും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ പരിപാടി വൻ വിജയമാക്കി തീർത്ത എല്ലാ നെയ്യശ്ശേരി നിവാസികൾക്കും ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു 100,000 നന്ദി. ഇനി വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശോശാമ്മ ചേച്ചിയും മക്കളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.